വെൽക്കം ബാക്ക് ടു ദി ഗ്രീൻ വേൾഡ്സ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ IGC റിപ്പോർട്ട് അസസ്മെൻറ്റ് പാർട്ട് 3 and 4 ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പാർട്ട് 1 and 2 നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഇത് പാർട്ട് 3 and 4. ഇതോടുകൂടി IG2 എന്ന് പറയുന്ന ആ റിപ്പോർട്ടിൻ്റെ വീഡിയോ നമ്മളിവിടെ തീരുകയാണ്. അപ്പം ഇതിൻ്റെ പാർട്ട് 3, 4 കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പാർട്ട് 1 and 2 കണ്ടിരിക്കണം. കൂടുതൽ ഇതേപോലത്തുള്ള വീഡിയോസ് കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോഴത്തേക്ക് അലേർട്ട് ബട്ടൺ അതും കൂടെ ഒന്ന് ടിക്ക് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. കാര്യം ഇതെല്ലാം ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കിട്ടും. സോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ പാർട്ട് 3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്ന ഹസാർഡ്സ്, ഒരു 10 ഹസാർഡ്സും 5 കാറ്റഗറിയിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ പറഞ്ഞിരുന്നു പാർട്ട് 2 വീഡിയോയിൽ. അത് വെച്ചിട്ടൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഈ പാർട്ട് 3. സോ പാർട്ട് 3യിൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത കമ്പനിയുടെ ഒരു ജനറൽ ലീഗൽ, മോറൽ ആൻഡ് ഫൈനാൻഷ്യൽ ആർഗ്യുമെൻറ്റ്സ് അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്യാനുള്ളത്. ഇതൊരു ജനറലായിട്ടാണ് നിങ്ങളിവിടെ ഡിഫൈൻ ചെയ്ത് പറയാനുള്ളത്. അല്ലാതെ ഒരു ഓവറോളായിട്ട് എന്തെങ്കിലും എഴുതുകയല്ല വേണ്ടത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത കമ്പനി, ഇപ്പോൾ നിങ്ങളുടെ ഈ സാമ്പിളിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സാമ്പിൾ നിങ്ങളുടെ ട്യൂട്ടേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ഇല്ലാന്നുണ്ടെങ്കിൽ ലേണിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ അത് LMSനകത്ത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സാമ്പിൾ എടുത്തൊന്ന് വായിച്ച് നോക്കുക. ഒരു പ്രീവിയസ് സാമ്പിൾ നോക്കി വായിച്ച് നോക്കിയ ശേഷം ഇൻഫർമേഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതുക. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, മോറൽ, ലീഗൽ ആൻഡ് ഫൈനാൻഷ്യൽ ആർഗ്യുമെൻറ്റ്സ് എന്താണ്? നിങ്ങൾ സെലക്ട് ചെയ്ത കമ്പനിയുടെ ആ ഭാഗം എന്താണ്? അതിനകത്ത് ഈ കമ്പനിക്ക് ഒരു മോറൽ ഡ്യൂട്ടി ഉണ്ട് വർക്കേഴ്സിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ എല്ലാ വർക്കേഴ്സിനും കൃത്യമായിട്ട് സാലറി കൊടുക്കുകയും അവരുടെ എല്ലാ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് എഴുതാൻ മറക്കരുത്. അത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ILO's സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കൺവെൻഷൻ C155 കുറിച്ച് ഇതിനകത്ത് മസ്റ്റായിട്ട് റെഫർ ചെയ്തിരിക്കണം ഈ ലൈനിൽ. അത് ഒരുപാട് തവണയായിട്ട് നീബോഷ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ലോ നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് റെഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ആ കമ്പനിക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സാമ്പിളിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് IGG ഹാസ് ലീഗൽ റിക്വയർമെൻറ്റ്സ് ടു പ്രൊട്ടക്ട് ഇറ്റ്സ് വർക്കേഴ്സ് അണ്ടർ ദി ILO's സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കൺവെൻഷൻ C155. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടതിന് ശേഷം ആ ലീഗൽ റിക്വയർമെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ അവരുടെ സ്റ്റാൻഡേർഡിലും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ നിങ്ങൾ ഇട്ടാൽ അത് വളരെ നന്നായിരിക്കും. അത് ഇടാത്തത് കൊണ്ട് ചില സ്റ്റാൻഡേർഡ്സ് റെഫർ ചെയ്തില്ല എന്ന് പറയുന്ന നോട്ട് മെറ്റ് ക്രൈറ്റീരിയ അടിച്ചു വരുന്നുണ്ട്. സോ അതിനുള്ളൊരു ചാൻസ് നിങ്ങൾ കൊടുക്കരുത്. കൃത്യമായിട്ട് അത് അവിടെ റെഫർ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് ഇൻ കേസ് ലീഗൽ ആക്ഷൻസിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഈ പ്രോപ്പറായിട്ട് സേഫ്റ്റി മെഷേഴ്സ് ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ ഈ കമ്പനിക്ക് എന്തൊക്കെ ലീഗൽ ആക്ഷൻസ് കിട്ടുവാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. സോ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ഒരു ജനറലായിട്ട് ഈ കമ്പനിക്ക് മോറൽ, ലീഗൽ ആൻഡ് ഫൈനാൻഷ്യൽ ആർഗ്യുമെൻറ്റ്സ് ഇതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്ത് വേണം നിങ്ങൾ എഴുതാനുള്ളത്. എന്തൊക്കെ ചാൻസസ് ഉണ്ട് ഫൈൻ അടിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ലീഗൽ ആക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കമ്പനി എന്തൊക്കെയാണ് മോറലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ജനറൽ പാരഗ്രാഫ് വേണം നിങ്ങളിവിടെ മസ്റ്റായിട്ട് കൊടുക്കാനുള്ളത്. ഇത് നിങ്ങൾ എഴുതേണ്ടതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 300 മുതൽ 350 വേർഡ്സാണ് നിങ്ങളിവിടെ എഴുതുവാനായിട്ട് ഉള്ളത്. 300 മുതൽ 350 വേർഡ്സ് അടങ്ങുന്ന, അതായത് കൃത്യമായിട്ട് മോറൽ, ലീഗൽ ആൻഡ് ഫൈനാൻഷ്യൽ ആർഗ്യുമെൻറ്റ്സ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. മസ്റ്റായിട്ട് ഞാൻ ഒന്നുകൂടെ പറയണം, ILO's സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കൺവെൻഷൻ C155 റെഫർ ചെയ്യുവാനായിട്ട് മറക്കരുത്. അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് റെഫർ ചെയ്തിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഈ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 3 ആക്ഷൻസ്, നമ്മൾ ഹൈ പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത 3 ആക്ഷൻസ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ റെഫർ ചെയ്യണം. അതാണ് ഇവർ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത പ്രയോറിറ്റൈസ് 3 ആക്ഷൻസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. നിങ്ങളുടെ ടോപ്പിനകത്ത്, അതായത് നിങ്ങൾ എന്താണോ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത്, ആ 3 ആക്ഷൻസിന് എടുത്തിവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എഴുതുക തന്നെ വേണം. അതാണ് ഇവർ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് നമുക്ക് എഴുതാനെന്ന് പറയുന്നത് ആക്ഷൻ ടേക്കൺ ഫ്രം കോളം 4 ഓഫ് റിസ്ക് അസസ്മെൻറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു റിസ്ക് അസസ്മെൻറ്റ് ചെയ്തില്ലായിരുന്നു. പാർട്ട് 2 ഞാനത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് തന്നിരുന്നു. അതിനകത്ത് കോളം നമ്പർ 4 അവിടെ നിന്നുള്ള ആക്ഷൻസ് വേണം നമ്മളിവിടെ എഴുതാനുള്ളത്. മുമ്പത്തെ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പർച്ചേസ് എ മൊബൈൽ ബ്രിഡ്ജ് ടു അലോ മെക്കാനിക്സ് ടു ബി ഏബിൾ ടു സേഫ്ലി ആക്സസ് both sides of the inspection pit when working at ground level.
ഹസാർഡ് കാറ്റഗറി വർക്ക് അറ്റ് ഹൈറ്റ്, നമുക്ക് കൃത്യമായിട്ട് ഏത് ഹസാർഡ് കാറ്റഗറി എന്ന് വരെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ അങ്ങനെ തുടങ്ങി സ്പെസിഫിക് ലീഗൽ ആർഗ്യുമെൻറ്റ്സ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ആക്ഷൻ സെലക്ട് ചെയ്തത്, കൺസിഡറേഷൻ ഓഫ് ലൈക്ലിഹുഡ് ആൻഡ് സിവിയറിറ്റി, പിന്നെ ഹൗ ഇഫക്റ്റീവ് ദി ആക്ഷൻ ഈസ് ലൈക്ലി ടു ബി കൺട്രോളിങ് ദ റിസ്ക്. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാനുള്ളത്. അങ്ങനെ എന്ത് ചെയ്യണം, 3 ആക്ഷൻസ് എടുത്ത് ഈ 3നും ഇതേപോലത്തെ ഷീറ്റ് ഉണ്ടാക്കണം. അല്ലാതെ ഇതെല്ലാം കൂടെ ഒന്നിനല്ല. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഈ കാണുന്നത് പ്രയോറിറ്റൈസ് 3 ആക്ഷൻസ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ജസ്റ്റിഫിക്കേഷൻ ഫോർ ആക്ഷൻ 1 എന്ന് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അതേപോലെ ജസ്റ്റിഫിക്കേഷൻ ഫോർ ആക്ഷൻ 2, ജസ്റ്റിഫിക്കേഷൻ ഫോർ ആക്ഷൻ 3, അങ്ങനെ 3 ഷീറ്റ് ഇത് കണക്ക് നിങ്ങൾ ഉണ്ടാക്കണം. അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ ഫോർ ആക്ഷൻ 1 ആണ് ഞാൻ സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ എന്തൊക്കെ അവിടെ എഴുതണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിലോട്ട് പോവാം. ആദ്യത്തെ എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ ഫോർ ആക്ഷൻ 1, ആക്ഷൻ ടേക്കൺ ഫ്രം കോളം 4 ഓഫ് റിസ്ക് അസസ്മെൻറ്റ്. ഒന്നുകൂടെ ഞാൻ പറയണേ, നിങ്ങൾ മുമ്പ് പാർട്ട് 2-ൽ നമ്മൾ ഡിഫൈൻ ചെയ്തതുപോലെ കോളം 4 ഓഫ് റിസ്ക് അസസ്മെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന സാധനമാണ് എടുത്ത് ഇവിടെ എഴുതുവാനുള്ളത്. എഴുതിയതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾ ഈ സെലക്ട് ചെയ്ത ഇത് നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത ഹൈ പ്രയോറിറ്റി കൺട്രോൾസ് ഉള്ള ആക്ഷൻസ് മാത്രമേ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ലോ പ്രയോറിറ്റി ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് മാർക്ക് കിട്ടത്തില്ല. സോ ആക്ഷൻ 1 അവിടെ നിന്ന് എന്തോ പറഞ്ഞത് കോളം 4-ൽ നിങ്ങൾ എഴുതിയത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ വയ്ക്കുക. മസ്റ്റായിട്ടും എൻ്റെ ഹസാർഡ് കാറ്റഗറി ഏതാണെന്ന് കൂടി നിങ്ങൾ ഡിഫൈൻ ചെയ്യാനായിട്ട് മറക്കരുത്. രണ്ടാമത്തെ സ്പെസിഫിക് ലീഗൽ ആർഗ്യുമെൻറ്റ്സ്. എന്തുകൊണ്ടാണ് ലീഗലി ഈ ഒരു സാധനത്തിന് നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്, അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കാം. നോക്കി നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദി ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സെറ്റ്സ് ഔട്ട് എ റെക്കമെൻഡേഷൻ ഓൺ ഓക്കുപ്പേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് R164. നോക്ക്, ഒരു ലോ റെഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇൻ്റർനാഷണൽ ലോസ്, നിങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ കൃത്യമായിട്ടും ലോസ് റെഫർ ചെയ്യുക. അതേസമയം നിങ്ങൾ NGC ആണ് നാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ്, അത് UK ലേക്കുള്ളതാണ്, അത് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെയും മസ്റ്റായിട്ട് UK ലോസ് റെഫർ ചെയ്തിരിക്കണം. അതിന് യാതൊരു മാറ്റവുമില്ല. സോ ദാറ്റ് സപ്ലിമെൻറ്റ്സ് ദ കൺവെൻഷൻ C155. ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെ എഴുതണം. ഇങ്ങനെയുള്ള ലോസ് എല്ലാം എഴുതുമ്പോൾ അവിടെ ഇവിടെ കോപ്പി അടിക്കാൻ നിൽക്കരുത്. ഞാൻ പലതവണ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, കോപ്പി അടിക്കാനായിട്ട് നിൽക്കരുത്. സോ പാർട്ട് 4 ഓഫ് ദ റെക്കമെൻഡേഷൻ സ്പെസിഫിക്കലി സ്റ്റേറ്റ്സ് ദാറ്റ് ദി അണ്ടർടേക്കിംഗ് മസ്റ്റ് പ്രൊവൈഡ് എ മെയിൻ്റനൻസ് ഓഫ്. എന്തുകൊണ്ടാണ് ആ ലോ എന്താണ് പറയുന്നത്, എന്താണ് എല്ലാ വർക്കേഴ്സിനും മസ്റ്റായിട്ട് വർക്ക് പ്ലേസ് സേഫ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് സേഫ്റ്റി പ്രൊവിഷൻസ് കൊടുത്തിരിക്കണം, എക്യുപ്മെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതണം. അത് കഴിഞ്ഞ് IG ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും, അത് ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ലീഗൽ ആർഗ്യുമെൻറ്റ്. എന്തുകൊണ്ടാണ് അത് അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള HSE.gov.uk പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലീഗൽ ക്ലോസസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ ലോലർ, അതിൻ്റെ റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എടുത്ത് വെച്ച് എഴുതാം എന്നുള്ളതേ ഉള്ളൂ. അത് ഈ സ്പെസിഫിക് ലീഗൽ ആർഗ്യുമെൻറ്റ്സിൽ നോക്ക്, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആക്ഷനെ ലീഗൽ ആർഗ്യുമെൻറ്റിൽ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതിലേക്ക് പോകാം. Consideration of likelihood and severity. This should include types of injury or ill health, number of workers at risk, how often the activity is carried out and how widespread the risk is. ഈ ഭാഗങ്ങൾ വേണം നിങ്ങളിവിടെ ഡിഫൈൻ ചെയ്യാനുള്ളത്. എന്താണ് ലൈക്ലിഹുഡ് ഓഫ് ഇഞ്ചുറീസ് ഒക്കറിങ് ഫ്രം വർക്കിംഗ് ഇൻ ആൻഡ് അറൗണ്ട് ദ ഇൻസ്പെക്ഷൻ പിറ്റ് ഈസ് ക്വൈറ്റ് ഹൈ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്പെക്ഷൻ പിറ്റിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു മൊബൈൽ ക്രെയിൻ വാങ്ങിക്കണമെന്നായിരുന്നു ഈ സ്റ്റുഡൻറ്റ് എഴുതിയിരുന്നത്. അത് എന്തിനാണ് അത് ജസ്റ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? The severity of the risk occurring could be serious. Injuries are likely to range from minor injuries such as bruises, sprains and അതായത് കുഴിയിലോട്ട് വീണാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് റിസ്ക്, എത്ര ആൾക്കാർ അവിടെ റിസ്ക് ഈ ഒരു പെർട്ടിക്കുലർ റിസ്കിൽ എഫക്റ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 6 മെക്കാനിക്സ് റെഗുലർലി വർക്ക് അറൌണ്ട് ദ ഇൻസ്പെക്ഷൻ പിറ്റ് ഏരിയ. ദ ഇൻസ്പെക്ഷൻ പിറ്റ് is in regular daily use and most mechanics carry out work in this area and the risk is confined to the inspection pit area only and affects the workers only in this area. See, ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ആ കോളത്തിനകത്തൊരു 4 ബുള്ളറ്റ് പോയിന്റ് കാണുന്നില്ലേ? ഈ 4 ബുള്ളറ്റ് പോയിന്റിനും നിങ്ങൾ കൃത്യമായിട്ട് ഈ റൈറ്റ് സൈഡിൽ അതിനുള്ള ഉത്തരം എഴുതിയിരിക്കണം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബുള്ളറ്റ് പോയിന്റ് നിങ്ങൾ ഉത്തരം മിസ്സായാൽ, സേ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് റിസ്ക്, ഒരുപാട് സ്റ്റുഡൻസ് എഴുതാറില്ല, അതങ്ങ് വിട്ടുകളയും. ഇതിനകത്ത് ഈ എക്സാമ്പിൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 6 മെക്കാനിക്സ് റെഗുലർലി വർക്ക് അറൌണ്ട് ദ ഇൻസ്പെക്ഷൻ പിറ്റ് ഏരിയ. ആ ഒരു ഏരിയയിൽ എന്തുകൊണ്ട് ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതിനെ ഹൈ പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ റെഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. സോ അത് എഴുതാനായിട്ട് മറന്നു പോകരുത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 4 ബുള്ളറ്റ് പോയിന്റിനുമുള്ള ഉത്തരം മസ്റ്റായിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. ഇവിടേക്കാണ് ഈ സ്റ്റുഡൻസിന് നോട്ട് മെറ്റ് അടിച്ച് വരുന്നത്. ഈ 4 ബുള്ളറ്റ് പോയിന്റ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ക്രൈറ്റീരിയ നോട്ട് മെറ്റ്.
സിമ്പിളാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉത്തരം നിങ്ങൾ റൈറ്റ് സൈഡിൽ എഴുതിയാൽ മതി. യു വിൽ ഈസിലി പാസ്. സോ അടുത്ത കോളത്തിലേക്ക് പോകാം. ഹൗ ഇഫക്റ്റീവ് ദി ആക്ഷൻ ഈസ് ലൈക്ലി ടു ബി ഇൻ കൺട്രോളിംഗ് ദ റിസ്ക്. ദിസ് ഷുഡ് ഇൻക്ലൂഡ് ദ ഇൻറ്റൻഡഡ് ഇമ്പാക്റ്റ് ഓഫ് ദി ആക്ഷൻ, ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ ടൈം സ്കെയിൽ ആൻഡ് വെദർ യു തിങ്ക് ദി ആക്ഷൻ വിൽ ഫുള്ളി കൺട്രോൾ ദ റിസ്ക്. നിങ്ങളൊരു ടൈം സ്കെയിലും നിങ്ങളെല്ലാം കൊടുത്തിട്ടില്ലേ? 5 months അല്ലെങ്കിൽ 2 months, 1 month, 10 days എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ? അത് ഇതിനകത്ത് ഇവിടെ ജസ്റ്റിഫൈ ചെയ്യണം. ദി ആക്ഷൻ വിൽ, നിങ്ങളൊരു കൺട്രോൾ മെഷർ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏത് നമ്മളെ പാർട്ട് 2 ഫർദർ കൺട്രോൾ മെഷേഴ്സ് ടു റിഡ്യൂസ് ദ റിസ്ക്. അത് കൊണ്ട് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളത് ഇവിടെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾ 1 മാസമോ 2 മാസമെന്നോ 10 ദിവസമെന്നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ 5 മാസം അല്ലെങ്കിൽ 10 ദിവസം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ ഇവിടെ നിങ്ങൾ ക്ലിയറായിട്ട് എഴുതണം. അത് മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കൺട്രോൾ മെഷേഴ്സ് കൊണ്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ആവുമോ ഇല്ലയോ അതും കൂടെ ഈ കോളത്തിനകത്ത് പറയണം. ആ ലെഫ്റ്റ് സൈഡിലെ സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ചു തരാം. ദിസ് ആക്ഷൻ വിൽ എൻഷുർ ദാറ്റ് ദ ഫ്ലോർസ് ആർ ഫ്രീ ഫ്രം എനി ഓയിൽ, ഫ്യൂവൽ സ്പിൽസ് ആൻഡ് വിൽ റെഡ്യൂസ് ലൈക്ലിഹുഡ് ഓഫ് എനി ആക്സിഡൻസ് ടു മിനിമം. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കൺട്രോൾ മെഷേഴ്സ് കൊണ്ട് മസ്റ്റായിട്ടും ഇനി മുതൽ ആ അവിടെ ഓയിൽ സ്പില്ലോ അങ്ങനെ ഒന്നും വരാൻ സാധ്യത കുറവാണ്. പിന്നീട് ടൈം സ്കെയിൽ 1 മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഐ ഹാവ് ഗിവൺ എ ടൈം സ്കെയിൽ ഓഫ് 1 month ഫോർ ദ മാനേജർ ടു മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ്സ് ഫോർ എ ക്ലീനിങ് കോൺട്രാക്ടർ ടു കം ഇൻ ടു ഡു ദിസ് ജോബ്. ഞാൻ 1 മാസം സമയം അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിന്? ഒരു ക്ലീനിങ് കോൺട്രാക്ടറെ സെലക്ട് ചെയ്ത് അവിടെ ജോലിക്ക് കൊണ്ടുവന്ന് നിർത്തുവാനായിട്ട്. അത് കഴിഞ്ഞ് വെദർ യു തിങ്ക് ദി ആക്ഷൻ വിൽ ഫുള്ളി കൺട്രോൾ ദ റിസ്ക്. നിങ്ങൾ ഈ സെലക്ട് ചെയ്തത് കൊണ്ട് ഈ റിസ്ക് ഫുള്ളി കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ അദ്ദേഹം ഉത്തരം എഴുതിയിട്ടുണ്ട്. ഐ ബിലീവ് ദറ്റ് ദിസ് ആക്ഷൻ വിൽ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് സ്ലിപ്പിംഗ് ഓവർ ഗ്രീസി ഫ്ലോർസ് ടു എ മിനിമം. അതേപോലെയുള്ള ജസ്റ്റിഫിക്കേഷൻ, അതായത് ഞാൻ ഈ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഈ കോൺട്രാക്ടറെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഈ ഒരു റിസ്ക് ഒരു മിനിമം ലെവലിലേക്ക് കുറയ്ക്കുവാൻ സാധിക്കും എന്നാണ് ഈ സ്റ്റുഡൻറ്റ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നത്, ഈ കോളത്തിനകത്ത് കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ബുള്ളറ്റ് പോയിന്റിനും നിങ്ങളിവിടെ ഉത്തരം എഴുതിയിരിക്കണം. ആ 3 ഏതെങ്കിലും ഒന്നിന് ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ നോട്ട് മെറ്റ്, ദാറ്റ് മീൻസ് IG2 ഈസ് ഫെയിൽഡ്. ലെറ്റ്സ് ഗോ ടു ദി 4th one, ലാസ്റ്റ് പാർട്ട്. പ്ലാൻഡ് റിവ്യൂ ഡേറ്റ് ആൻഡ് പീരിയഡ് വിത്ത് റീസണിങ്. എല്ലാ റിസ്ക് അസസ്മെൻറ്റും നിങ്ങൾക്കറിയാം, അതിനൊരു റിവ്യൂ പീരീഡ് ഉണ്ട്. ഒരു റിസ്ക് അസസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അതുകൊണ്ട് പോവുകയല്ല. അതിനെ റിവ്യൂ ചെയ്യാനുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെ നമ്മൾ IG2 പഠിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? പ്ലാൻഡ് റിവ്യൂ ഡേറ്റ് പീരിയഡ് വിത്ത് റീസണിങ്. എന്തുകൊണ്ടാണ് നിങ്ങളിത് 6 മാസമോ 5 മാസമോ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പം റിവ്യൂ ചെയ്യണമെന്ന് പറയുന്നത്? കമ്പനി പോളിസി ഈസ് ടു റിവ്യൂ ദ റിസ്ക് അസസ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് എവറി 12 months. ഈ സെലക്ട് ചെയ്ത കമ്പനിയുടെ പോളിസിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ കമ്പനിയുടെ പോളിസി പ്രകാരം എല്ലാ 12 മാസവും കൂടുമ്പോൾ റിസ്ക് അസസ്മെൻറ്റ്സ് റിവ്യൂ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് ഐ സെറ്റ് ദ റിവ്യൂ ഡേറ്റ് ഫോർ 12 months ടൈം പീരീഡ്. 25th April 2023 അടുത്ത റിവ്യൂ ഡേറ്റ് എന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ റിസ്ക് അസസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ മോളൊരു ഡേറ്റ് എഴുതത്തില്ലേ, അവിടെ നിന്ന് 12 മാസം കൂട്ടിയുള്ളൊരു ഡേറ്റാണ് ഇദ്ദേഹം അവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് 12 or 6 മാസമോ ഞാൻ പറയുന്നത്, ഇത് രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തൊരു ഡേറ്റും ഇവിടെ കൊടുക്കാം. ഹൗ ദ റിസ്ക് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് ഹൂ യു നീഡ് ടു ടെൽ. രണ്ടാമത്, ഇതൊരു പ്രാക്ടിക്കൽ തിങ്ങാണ്. അതായത് ഒരു റിസ്ക് അസസ്മെൻറ്റ് ഉണ്ടാക്കി മേശപ്പുറത്തോ അല്ലെങ്കിൽ ഷെൽഫിനകത്തോ കബോർഡിനകത്തോ വെച്ചാൽ മാത്രം പോരാ, അത് അഫക്റ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിക്കുക എന്നൊരു ചുമതല കൂടി ഒരു സേഫ്റ്റി പേഴ്സണലിനുണ്ട്. അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉണ്ടാക്കിയ റിസ്ക് അസസ്മെൻറ്റ് നിങ്ങളുടെ വർക്കേഴ്സിന് നിങ്ങൾ എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ് ഈ ഒരു കോളത്തിലൂടെ നിങ്ങൾ പറയേണ്ടത്. എന്താ സ്റ്റുഡൻറ്റ് എഴുതിയിരിക്കുന്നത്? ഐ വിൽ അറേഞ്ച് എ മീറ്റിംഗ് വിത്ത് ദ ഫിനാൻസ് ഡയറക്ടർ ടു ഗോ ത്രൂ ആൻഡ് എഗ്രി ദി ആക്ഷൻസ് ഓൺ ദ റിസ്ക് അസസ്മെൻറ്റ്. ഒരു കഥ എഴുതിയിരിക്കുന്ന പുള്ളി, അത് ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ ഡയറക്ടറുമായിട്ട് സംസാരിക്കും. ഈ റിസ്ക് അസസ്മെൻറ്റ് എത്രയും പെട്ടെന്ന് അതിൽ ആക്ഷൻസ് എല്ലാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിന് പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യണം. അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പിൻ്റെ സ്റ്റോർ മാനേജറുടെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ദെൻ ദ ഫൈൻഡിങ്സ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ നെക്സ്റ്റ് അവൈലബിൾ ടൂൾ ബോക്സ്. അടുത്ത് കാണുന്ന ടൂൾ ബോക്സിൻ ടോക്കിനകത്ത് ഞാൻ ഈ റിസ്ക് അസസ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കും. അത് മാത്രമല്ല, ഈ റിസ്ക് അസസ്മെൻറ്റിന് ഞാൻ കമ്പനിയുടെ ഇൻട്രാനെറ്റിൽ പോസ്റ്റ് ചെയ്യും, വർക്കേഴ്സിന് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കും, വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ. അതായത് എങ്ങനെ ഈ റിസ്ക് അസസ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ്, ഇതിന് നിങ്ങളുടെ ഐഡിയയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് എഴുതാം. എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു സാധനം ഉണ്ടാക്കിയ രീതി ജനങ്ങളുടെ അടുത്ത് എത്തിക്കണമല്ലോ, അതുപോലെ നിങ്ങളുടെ വർക്കേഴ്സിൻ്റെ അടുത്ത് എത്തിക്കണമല്ലോ, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് റോയിൽ നിങ്ങൾ എഴുതുവാനായിട്ട് ഉള്ളത്. അടുത്തത്, ഹൗ യു വിൽ ഫോളോ അപ്പ് ഓൺ ദ റിസ്ക് അസസ്മെൻറ്റ് ടു ചെക്ക് ദി ആക്ഷൻസ് ഹാസ് ബീൻ ക്യാരിഡ് ഔട്ട്. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് ലാസ്റ്റ് റോയിൽ നിങ്ങൾക്ക് എഴുതുവാനായിട്ടുള്ളത്. ഐ വിൽ സെറ്റ് ഡെയിലി റിമൈൻഡേഴ്സ് ഫോർ റഫ്ലി 10 days ബിഫോർ ദി ആക്ഷൻ ഈസ് ഡ്യൂ ടു ബി കംപ്ലീറ്റഡ്. ഞാൻ റിമൈൻഡർ സെറ്റ് ചെയ്യും. 10 ദിവസം, നമ്മൾ ആ 3 മാസം അല്ലെങ്കിൽ 1 മാസം നിങ്ങൾ കൊടുത്തിട്ടില്ലേ, അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു റിമൈൻഡർ ഞാൻ തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഓർമ്മ വരും ഇന്ന സമയത്ത് ഇന്ന ആക്ഷൻ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളത്. ഐ വിൽ
സ്പീക്ക് ടു ദ റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ ഈച്ച് ഓഫ് ദി ആക്ഷൻസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഗ്രസ് അഗൻസ്റ്റ് ഈച്ച്. ഞാൻ അവരുമായിട്ട് റെഗുലർ മീറ്റിംഗ് സെറ്റ് ചെയ്യും. ഞാൻ അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ആക്ഷൻസൊക്കെ ഏതുവരെയായി എന്തുവരെയായി എന്നുള്ളത് ചോദിക്കുവാനായിട്ട്. ഷുഡ് ദി ആക്ഷൻ നോട്ട് ബി കംപ്ലീറ്റഡ് ഓൺ ടാർഗറ്റ്, ഐ വിൽ ഫൈൻഡ് ഔട്ട് ദ റീസൺസ്. എന്തെങ്കിലും കാരണവശാൽ അത് തീർന്നില്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് റീസൺസ് ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എഴുതുവാനുള്ളത്. ഒരു ഡീറ്റെയിൽ, അതായത് നിങ്ങൾ എങ്ങനെ ഉറപ്പ് വരുത്തും? നിങ്ങളുണ്ടാക്കിയ റിസ്ക് അസസ്മെൻ്റ് അല്ലേ, നിങ്ങളല്ലേ ഒരു കൺട്രോൾ മെഷർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളല്ലേ അതിൻ്റെ ഒരു ടൈം സ്കെയിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ഉറപ്പ് വരുത്തും എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫിനകത്തൂടെ നിങ്ങൾ എഴുതുവാനായിട്ടുള്ളത്. സോ ദാറ്റ്സ് ഹൗ ദിസ് റിസ്ക് അസസ്. ഇങ്ങനെ നിങ്ങൾ 3 ആക്ഷൻസിന് ഈ ഒരു പർട്ടിക്കുലർ റിപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റിഫിക്കേഷൻ ഫോർ ആക്ഷൻ 1, ജസ്റ്റിഫിക്കേഷൻ ഫോർ ആക്ഷൻ 2 ആൻഡ് 3. ഈ 3 എണ്ണത്തിനും വിത്ത് ദ ഹൈ പ്രയോറിറ്റി. പാർട്ട് 2-ൽ നിങ്ങൾ ഡിഫൈൻ ചെയ്ത ആ ഹൈ പ്രയോറിറ്റി ഉള്ള 10 ലിസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല 5 ഹസാർഡ് കാറ്റഗറിയിൽ നിന്ന്. അതിനകത്തുനിന്ന് ഏതെങ്കിലും 3 എണ്ണം എടുത്ത് ഈ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് മസ്റ്റായിട്ടും പ്രിപ്പയർ ചെയ്യുമ്പം നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് എല്ലാത്തിനും റൈറ്റ് സൈഡിൽ നിങ്ങൾ മറുപടി എഴുതണം. എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നോട്ട് മെറ്റ് അടിച്ചു വരും. ദാറ്റ് മീൻസ് യു ഹാവ് ഫെയിൽഡ്. ഇതൊക്കെ എഴുതാതെയാണ് സ്റ്റുഡൻസ് ഫെയിലായി പോകുന്നത്. എന്നിട്ട് പറയും അയ്യോ ഞാൻ എല്ലാം എഴുതി എന്നിട്ടും ഞാൻ ഫെയിലായി പോയല്ലോ. എല്ലാം എഴുതാത്തത് കൊണ്ടാണ്. IG2 റിവ്യൂ ചെയ്യുന്ന അവർക്ക് കിട്ടിയിരിക്കുന്ന കൃത്യമായ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ടോ, ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ തന്നിട്ടുണ്ടോ, നല്ലൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആയിട്ട് എഴുതി. ചിലർക്ക് ഒരു ലൈനിലൊക്കെ എഴുതി കളയും. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, ഹൗ ദ റിസ്ക് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് ഹൗ. അതിനൊക്കെ എന്ന് വെച്ചാൽ ഒരു 5-6 ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. 100, 150, 200 വേർഡ്സ് നിങ്ങൾക്ക് എഴുതാം. അവിടെ കൊണ്ടുവന്ന് 50 വേർഡ്സ് 40 വേർഡ്സിലൊക്കെ ഒരു ഉത്തരം തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഈസ് ഇൻകോമ്പറ്റൻറ്റ്, ഹി ഡസൻറ്റ് നോ ഹൗ ടു റൈറ്റ്. അത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവമേ അല്ല. സോ ഐ വുഡ് റെക്കമെൻഡ് പറഞ്ഞിരിക്കുന്ന വേർഡ് കൊണ്ട് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യൂ. ഇത് ഇപ്പോൾ ഈ റിപ്പോർട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് വി സീ ദാറ്റ് യെസ് ഹി ഹാസ് റിട്ടൺ സംതിങ്. എന്നാൽ ഒരുപാട് വാരി വലിച്ചങ്ങ് എഴുതാനും പാടില്ല. എന്നാൽ വായിക്കാനായിട്ട് കുറച്ച് സെൻറ്റൻസ് ഉള്ളൂ. മിനിമം ഒരു 4-5 സെൻറ്റൻസുകളെങ്കിലും എഴുതണം. ഒരു ലൈനിലൊക്കെ എനിക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, സിംഗിൾ ലൈനിലാണ്. അത് എങ്ങനെ നമ്മൾ അതും എന്താ സംഭവം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നറിയാമോ? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് 10-ാം തീയതി, 9-ാം തീയതി റിപ്പോർട്ട് കൊടുത്തിരിക്കും. എങ്ങനെ ഇത് തീർക്കും എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ മിനിമം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ചെറുതായിട്ട് ഇതങ്ങോട്ട് എഴുതി. IG2 നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പഠിച്ചു തീർന്നതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹസാർഡ്സിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവും. എന്നിരുന്നാലും പരീക്ഷ കഴിഞ്ഞ് അപ്പം തന്നെ തുടങ്ങുക ഇത് എഴുതുവാനായിട്ട്. ഇത് നിങ്ങളുടെ കരിയറാണ്. ഇത് വളരെ ലാഘവത്തോടു കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് പാസ്സാവത്തില്ല. എന്നിട്ട് അവസാന നിമിഷം കിടന്ന് ഓരോ അയ്യോ എനിക്ക് പാസ്സാവണം, എനിക്ക് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റം പറയും, പഠിപ്പിച്ച സാറിനെ കുറ്റം പറയും, സാർ എനിക്ക് നേരെ പറഞ്ഞു തന്നില്ല. ഇതൊക്കെ എക്സ്ക്യൂസസ് ആണ്. പറഞ്ഞു തരുവാനേ ഒരു ഒരു പ്രൊഫസറിന് അല്ലെങ്കിൽ ഒരു ടീച്ചറിന് സാധിക്കാനുള്ളത്. സ്വന്തമായിട്ട് അത് പഠിച്ച് അതിനെ റിപ്പോർട്ട് ആക്കേണ്ട ചുമതല ഒരു സ്റ്റുഡൻറ്റിനുള്ളതാണ്. ഞാനും ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഇപ്പോഴും ഒരു സ്റ്റുഡൻറ്റാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ചുമതല നമുക്കുള്ളതാണ്. അത് നമുക്ക് വേണ്ടി ആരും എഴുതി തരത്തില്ല. അത് എഴുതി തരുന്നത് അത് തെറ്റായ പ്രവണതയുമാണ്. സമയം കണ്ടെത്തി ദിവസവും 1 മണിക്കൂർ ഒരു വിഷയം പഠിക്കുവാനെടുത്താൽ ദിവസം 1 മണിക്കൂർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് മസ്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ഈ പരീക്ഷ പാസ്സും ആവത്തുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ അറ്റൻഡിങ്. IG2 നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്ത് തരുവാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൂടുതൽ ഡിഫൈൻ ചെയ്ത് തരും. ഇതിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ വ്യക്തമായിട്ട് നമ്മളുടെ LMSനകത്തും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് അല്ലാതെ തന്നെ ഇതിനെ ക്ലിയറായിട്ട് പഠിപ്പിക്കുന്ന വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത സമയമുണ്ടെങ്കിൽ ഏത് സമയവും ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് സെക്ഷനിലൂടെ ഒരു ട്യൂട്ടറെ ബുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പേഴ്സണൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഒന്നുകൂടെ ലാസ്റ്റായിട്ട് ദ ഗോൾഡൻ റൂൾ ഈസ് ദാറ്റ് തലേ ദിവസം എടുത്ത് വെച്ച റിപ്പോർട്ട് എഴുതാൻ നിൽക്കരുത്. മുമ്പേ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ബീൻ ഡൺ ഓൺ ടൈം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രീൻ വേൾഡ് ഗ്രൂപ്പ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണോ അതൊക്കെ ക്ലിക്ക് ചെയ്ത് വെച്ചോ. എപ്പോഴെങ്കിലും പുതിയ റിപ്പോർട്ട്സ് നമ്മൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ റെഗുലർലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.